ഹലോ, സിന്ധമ്മ വ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര പ്രൗഡ് തോന്നിയ ഒരു ദിവസമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 5 വർഷമായിട്ട് ഒരു കുഞ്ഞ് സേവിങ്സ് ഉണ്ടായിരുന്നു. ആ സേവിങ്സും പിന്നെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയി നമ്മൾ ബാഗിലോട്ട് കൊടുത്തിട്ട് ഇച്ചിരി ക്യാഷ് എടുക്കല്ലേ, ഒരു പണയം വെക്കാന്നൊക്കെ മലയാളത്തിൽ പറയല്ലേ, അതും കൂടെ ചെയ്തിട്ട് നമ്മളൊരു വലിയ ഡ്രീം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ 100K ആകുമ്പോൾ ചെയ്യണമെന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അതുവരെ ആകുമ്പോഴത്തേനും എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയതായിട്ട് ഒപ്പിച്ച് വെക്കാം എന്നൊക്കെ കരുതി ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഒരു ചെറിയ എമൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ എടുത്ത് എന്നതാണെന്നുള്ളത് സർപ്രൈസ്, നിങ്ങൾക്ക് സർപ്രൈസ് ആവട്ടെ. എന്തായാലും അമ്മേനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു പ്രൗഡ് തന്നെയാണ്. കാര്യം അമ്മ ഒറ്റയ്ക്കാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ റോണിച്ചാനാണ്. നമ്മൾ മക്കളോട് അന്ന് സഹായം ചോദിച്ചില്ല. കൊച്ചിന്റെ 90-ന് വന്നപ്പോൾ ചാനൽ തുടങ്ങിയതാട്ടോ. ആ ചാനലിൽ ഇത്ര 75K സംതിങ് അത്ര ആവാറായിട്ടുണ്ട്. അപ്പൊ അത്ര അമ്മ ഒറ്റയ്ക്ക് അമ്മയുടെ ഹാർഡ് വർക്കിൽ നിന്ന് അമ്മ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഓരോ മാസം കിട്ടുന്ന പൈസ ആണെങ്കിൽ കൂടി ഒറ്റയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ആള് തന്നെയാണ് അതിന്റെ പിന്നിൽ ഇങ്ങനെ എന്താ പറയാ. ഞാനൊക്കെ ചിന്തിക്കട്ടെ, ഇത്രയ്ക്ക് ശുഷ്കാന്തിയോ വീഡിയോ ആയിട്ട് എനിക്കൊക്കെ മടി എഡിറ്റ് ചെയ്ത കാര്യമൊക്കെ. പക്ഷെ അമ്മ 5 മിനിറ്റില്ല എഡിറ്റ് ചെയ്ത് കറക്റ്റ് എത്ര മണിക്കാണ്. പിന്നെ ഞങ്ങൾ വരുമ്പോഴേ അങ്ങോട്ടോ ഇങ്ങോട്ടോ വെച്ചിട്ട് നീന്തോടും. അതെന്ന് ഇവളുടെ പുറകെയൊക്കെ പോകുമ്പോഴത്തേനും ചിലപ്പം 1/2 മണിക്കൂറും 10 മിനിറ്റും ഒക്കെ താമസിച്ചു പോകാറുണ്ട്. വെച്ച് നോക്കുമ്പോ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് മമ്മി അച്ചീവ് ചെയ്യുന്നത്. അതെ, ഇന്നത്തെ ദിവസം എനിക്കോ മേടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ ദിവസം വലിയൊരു ദിവസം തന്നെയല്ലേ നമ്മളെ സംബന്ധിച്ച്. നമുക്ക് വലിയ കണ്ടന്റും കാര്യങ്ങളും ഒന്നും ആയിരിക്കല്ല നമ്മുടെ വീഡിയോ, സാധാ ഒരു വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ ഇവരൊക്കെ ഉള്ളപ്പോഴല്ലേ ഒരു ഓളോ ഒച്ച ഇതെല്ലാം ഞാൻ തന്നെ ഇരുന്ന് പറയുന്നതൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളത് ഏറ്റെടുത്ത് എന്നെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ച് ഇവരെല്ലാവരും പറയും അമ്മയുടെ ഒരു ഇതാണ്, അമ്മയുടെ ഒരു ഇതാണെന്ന്. അമ്മയുടെ കഴിവാണെന്ന് ഒന്നുമല്ല, ദൈവത്തിൻ്റെ കഴിവും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും പിന്നെ നിങ്ങൾ ഓരോരുത്തരും എന്നോട് എന്നെ ചേർത്ത് പിടിച്ച് എന്നെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ പറയില്ലേ, ABCD ഫുള്ള് എത്ര അക്ഷരോട്ട് ചോദിച്ചാൽ അറിയത്തില്ലായിരുന്നു. ഞാനാണ് എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ച്. നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. പിന്നെ എൻ്റെ വീട്ടുകാരെല്ലാവരും, പിന്നെ മക്കളും. പിന്നെ എന്നെ ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നെ ഇവിടെ എത്തിക്കാനായിട്ട് സാധിച്ചതല്ല എൻ്റെ മക്കളിലൂടെ തന്നെയാണ് കേട്ടോ. അയ്യോ അല്ല, അത് വീടെന്ന് പറഞ്ഞല്ലോ, അതുണ്ടല്ലോ കൂടെ ഉണ്ടല്ലോ, കൂടെയുള്ള വ്യക്തിയല്ല. പിന്നെ പപ്പായ്ക്ക് ഇപ്പൊ ഇന്ന് വരാൻ പറ്റത്തില്ല, കടയിൽ കണ്ണനില്ല. ഞങ്ങൾ ആദ്യം വിളിച്ചേട്ടാ പപ്പ പറഞ്ഞു. ഇന്നലെയും 3/4 ഭാഗം പപ്പ ലീവ് ആയിരുന്നു. 12 മണിക്ക് വന്നിട്ട് പിന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടാ പോയി. അപ്പൊ കണ്ണൻ ചേട്ടാ ഇല്ലാത്ത സമയത്ത് അത്രയും വിശ്വസ്തനായിട്ടുള്ള ഏൽപ്പിച്ചിട്ടാ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതുകൊണ്ട് ചേട്ടാക്ക് അങ്ങനെ എപ്പോഴും ലീവ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവരുണ്ടല്ലോ, പിള്ളേരുണ്ടല്ലോടി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചേട്ടായി കൂടെ വേണം. ഇന്നലെ ചെറിയൊരു സങ്കടം, കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ ഒരാളുടെ വരത്തില്ലെന്നാണ്. ഞാൻ മനസ്സാരമില്ല, സിറ്റുവേഷൻ അല്ലേ. നമ്മൾ ഒരിടത്ത് ജോലി ചെയ്യുമ്പോഴേ നമുക്ക് അത് ശരിയാണ്. അപ്പൊ ഞങ്ങള് 4 പേരും കൂടെ നല്ല ഒരുങ്ങി കെട്ടി ഞങ്ങള് പോവുകയാണ്. കട്ടപ്പനയെന്നാണ് നമ്മളിങ്ങനെ ചെറുകിട സ്ഥലങ്ങളിൽ നിന്നും നല്ല സാധനം എടുക്കുന്നത്. അത് അത്രയും കൂടിയ സാധനം അല്ലേ, അത്രയും കൂടിയ സാധനമാണ്. എനിക്കൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല. അതാണ് തമാശനാണേലും അനശ്വരമോളും കണ്ണനും കിച്ചുവും ചിപ്പിയും ഒക്കെ എപ്പോഴും പറയാറുള്ളതാണ്, സിന്ധുപ്പ അതെടുക്കുക, സിന്ധുപ്പച്ചി അതെടുക്കുക, സിന്ധുപ്പച്ചി അത് വാങ്ങിക്കുന്നത് കേട്ടോ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അതൊക്കെ നടക്കുമെന്ന് കരുതിയില്ല. പക്ഷെ ഇപ്പം ഒരു പരിധി വരെ ചേട്ടായി വിഷ്ണു അമ്മും കൂടെയാണ് ഇത് എടുത്തേ പറ്റത്തുള്ളൂ, അമ്മ അത് വേണോ, അമ്മയ്ക്ക് അത് വേണോ എന്ന് പറഞ്ഞ നിർബന്ധം. എന്താന്ന് വെച്ചാല് ഞാനിവിടെ വന്നിട്ട് ഞാൻ അമ്മയുടെ വീഡിയോ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോ പറഞ്ഞു നിങ്ങൾ കാര്യം വരെ പറയില്ല. ശരിയാ, കൂടുതൽ പറയുന്നില്ല. സാധനം കണ്ടിട്ട് ബാലൻസ് ഇത് പറഞ്ഞതിന് മുമ്പ് ഫുള്ള് പറഞ്ഞു എന്നിട്ടാന്നുള്ളത് അവർക്ക് നമുക്ക് നേരെ പോവാ. നിങ്ങൾ എല്ലാരും കൂടെ പോരാ നമ്മുടെ കൂടെ അല്ലേ. നിങ്ങൾക്ക് ഇറങ്ങിക്ക്. ഓയ്യോ സുന്ദരിയായിട്ടുണ്ട്. എന്നാ പോയിട്ട് വരാവേ. ചേച്ചി തിന്നായിരിപ്പുണ്ട്. അതെ അതെ അതെ. അയ്യോ എന്റെ ചെയ്യുന്നേ കെറുവെന്നും പറഞ്ഞു വേണ്ട അച്ഛൻ തുറന്നു പിടിച്ചോണ്ടിരിക്കുന്നത്. കേറിച്ചോളൂ എന്നും പറഞ്ഞു. നമ്മുടെ രാജകുമാരിയാണല്ലോ പോകുന്നത് പോസ്റ്റ് ഓഫീസിലോട്ടാണ് കേട്ടോ. കാര്യം അമ്മയുടെ ആ ഒരു ചിട്ടി പൈസ ഇന്നാണ് കിട്ടുന്നത്. അപ്പൊ അത് എടുത്തിട്ട് നേരെ പോവാൻ വേണ്ടിയിട്ട് ആള് പോസ്റ്റ് ഓഫീസിലോട്ട് ഓടി പോവാണ് കേട്ടോ. വണ്ടി നമുക്ക് തിരിച്ചോണ്ട് വരാം അല്ലേ. അതെ അതെ. അമ്മ ഇങ്ങനെ ഓരോരോ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് അത് വലിയൊരു സേവിങ്സ് ആക്കി ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്യുന്ന കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് സേവ് ചെയ്യാണ്ട് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നമ്മള് എത്രയാന്ന് പറഞ്ഞാലും നമ്മൾ എന്താ പറയാ, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു 10 രൂപയിൽ ഇരിക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു എമർജൻസി വന്നാലും നമ്മൾ കിടന്ന് ഓടേണ്ട വരത്തില്ല. അപ്പം വേണ്ടേ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പൈസയൊക്കെ മേടിക്കട്ടെ, നമുക്ക് പോയി തിരിച്ചിട്ട് വരാം. ഓക്കെ, ഇവിടെ തിരിക്കാവുന്നേ ഉള്ളൂ തോന്നുന്നു അല്ലേ.
സിന്ധമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കുറച്ചു നേരം ആയിട്ടുണ്ട് കേട്ടോ പോയിട്ട്. എന്താണ്ടൊക്കെ എഴുതി കൊടുത്താലൊക്കെ കിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, അതിനെപ്പറ്റി വലിയൊരു നോളജ് ഇല്ല കേട്ടോ. അപ്പോൾ ആൾ പോയി മേടിച്ചിട്ട് വരട്ടെ. അച്ചുമ്മൂക്ക് എന്തേ? അച്ചു അമ്മയും അമ്മുവൊക്കെ അവിടെ ചെരുപ്പ് മേടിക്കാനായിട്ട് പോയേക്കുന്നു. പിന്നെ ചൂനിയും സിന്ധമ്മയും ഇവിടെ കുത്തിയിരിക്കുന്നു. ഇതേ വണ്ടിയൊക്കെ വരുന്ന കണ്ടോ? പിച്ചൂസ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. അമ്മ എങ്ങോട്ടേക്കാ അമ്മേ? ശരി, സൗണ്ട് പറഞ്ഞില്ല, ഒന്നും കേക്കത്തെ. മൈജി എന്തിനാ വന്നേ? ചുമ്മാന്ന് കണ്ടേ ചുമ്മാ വന്നതല്ലേ. അപ്പം അതെ, മൈജി. അപ്പൊ ജാനിക്കുട്ടിയുടെ ലുക്കൊക്കെ അവള് മാറ്റി കേട്ടോ. ആ, മൈജിയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് പോവാന്ന് പറഞ്ഞോണ്ട് ആള് വന്നിട്ടുണ്ട്. കേറല്ലേ? കേറാം, കേറിക്കോ. എന്നാ ഞങ്ങള് കേറാം ഫസ്റ്റ്. ചൂരനെ അച്ചു വിളിച്ചോ? അറിയത്തില്ല. എന്നാ ഞങ്ങള് കേറേണ്ട പോലത്തെ ഒരു ചിരി കണ്ടറിഞ്ഞൂടെ നമ്മൾ എങ്ങോട്ടേക്കാ വന്നേക്കുന്നത്? ഈ ഒരു സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മള് ഐഫോൺ എടുക്കാനാണ് വന്നിരിക്കുന്നത്. സിന്ധു മമ്മി ഏതാണ് വേണ്ടത് സന്തൂർ മമ്മിക്ക്? നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് അതിന്റെ ഡിസ്പ്ലേ കളർ അമ്മയുടെ ഇഷ്ടത്തിന്. നമ്മള് സത്യം പറഞ്ഞാൽ 15 എടുക്കാണ്ടാണ് കേട്ടോ വന്നത്. പക്ഷെ 16 ഇതല്ല, ഇത് നല്ല രസമുണ്ട് കേട്ടോ. ആ, ഇത് നമുക്ക് ഇങ്ങനെ ഈ ക്യാമറയിൽ കാണുന്നോണക്കല്ല കേട്ടോ. വേറൊരു നീല കളർ ഇല്ലേ? 3 എണ്ണത്തിൽ ഇഷ്ടപ്പെട്ടത് വന്ന് എടുത്ത് നോക്ക്. വൈറ്റ് വേണ്ട എന്തായാലും. അതിനാണല്ലോ അമ്മ എടുത്തോ? അമ്മയുടെ ഇഷ്ടത്തിന് എടുക്ക്. അത് മതിയോ? എനിക്കതാ ഇഷ്ടപ്പെട്ടെ. കാര്യം ബ്ലാക്ക് ഓൾറെഡി നമുക്ക് ഉണ്ടല്ലോ. എനിക്കതാ ഇഷ്ടപ്പെട്ടെ. ഈ കളറാ ഇഷ്ടപ്പെട്ടെ. ഗോൾ അടിച്ചല്ലോ. താനിവിടെ കറങ്ങി കളിക്കാൻ വന്നതാണോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. സിന്ധമ്മയുടെ മുഖത്ത് ഒരു 1000 ബൾബ് കത്തിയ വെളിച്ചമുണ്ടല്ലോ. അത് ഈ ഡ്രസ്സിന്റെ ആയിരിക്കുമല്ലോ അമ്മേ? ആയിരിക്കും, അല്ലാണ്ട് എന്ത് ആയിരിക്കുമല്ല. ഡ്രസ്സ് കറുപ്പിട്ടേക്കുന്നോണ്ടായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ചെരുപ്പ് മേടിക്കാൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ കണ്ടു കേട്ടോ. ഞാൻ പുതിയ ചെരുപ്പൊക്കെ പോയി മേടിച്ചു ഗൈസ്. അപ്പോൾ ഒരു ഫാമിലി മെമ്പറെ കണ്ടു. ചേച്ചി ഓടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അമ്മക്ക് ശരി, അമ്മ അല്ലേ ഇതൊക്കെ ചേച്ചിയോണ്ട് വന്ന് സംസാരിച്ചു. ചൂനനെ ചോദിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു ചൂനൻ വണ്ടിയിലുണ്ടെന്ന്. എന്നാടോ കാണിക്കുന്നത്? വണ്ടിക്കകത്തിരിക്കാന്ന് പറഞ്ഞു. ഇതെല്ലാം അങ്ങ് വീട്ടിൽ കൊണ്ടുപോകണം എന്നുണ്ട്. അതെ 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 അതെ, എല്ലാം അങ്ങ് കൊണ്ടുപോകണം എന്നുണ്ട്. മൈക്കകത്ത് കയറി ഇറങ്ങിപ്പോകാൻ തോന്നത്തില്ല. 2 പേരും കൊടുത്ത് വരുന്നില്ല തോന്നുന്നു. മനസ്സ് വെച്ചാൽ ഒരു ഫോൺ നമുക്ക് 2 ഫോണാക്കാം. അത് വേണോടാ? നീ പറയടാ, അത്രയ്ക്ക് വേണോ? ഉണ്ട്, നല്ല കാര്യമല്ലേ ഇത്? എന്റെ കിട്ടണ ഞാൻ കണ്ണട നീ പറയുന്നത് കണ്ടിന്യൂ ചെയ്ത് അപ്പം വില നോക്കാനായിട്ട് പോയേക്കുന്നു കേട്ടോ. കറക്റ്റ് നമ്മൾ എടുത്തത് ഏതാണെന്നൊക്കെ ഉള്ളത് നമുക്ക്. അമ്മയ്ക്ക് ഇനി സങ്കടം തോന്നി എനിക്ക് എടുത്തു തരാൻ തോന്നുവാണെങ്കിൽ ഏറ്റവും മേളത്തെ എടുക്കുള്ളൂ. അത് എത്ര ലക്ഷത്തിന്റെ അടി? എന്റെ മാതാവേ, മതി. 1.5 ലക്ഷത്തിന്റെ. അയ്യോ എന്റെ ദൈവമേ, ചൂനിക്കതാ ഫോൺ വേണം. ജാനിക്കുട്ടിക്ക് ഏതാ വേണ്ടേ? ജാനിക്കേതാ വേണേ? ഫോൺ വേണോ? ഫോൺ വേണോ? ഏത് ഏതാ കൊച്ചിന് വേണ്ടേ? ഏത് വെള്ളയാണോ കൊച്ചിന് വേണ്ടേ? വൈറ്റ് വൈറ്റ് വേണോ? ഒന്നുകൂടെ പോയി നോക്കുക കേട്ടോ. ഏതെടുക്കണം. ചെരുപ്പിട്ടിട്ടില്ലല്ലോ. ചെരുപ്പിട്ടിട്ടുണ്ടോ കൊച്ച്? ഒന്നും നോക്കുന്നില്ല. ഇതങ്ങ് മേടിക്കുക. പ്രോമാക്സ് അങ്ങ് മേടിക്കുക കേട്ടോ. ഒന്നും നോക്കുന്നില്ല. എന്നതിനാ കുറയ്ക്കുന്നേ അല്ലേ? ഡിസ്പ്ലേ വെച്ചേക്കുന്ന വീട്ടിൽ ചെന്നിട്ട് പൊട്ടിക്കുമ്പം ഇത് തന്നെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും.
അല്ലേ? നമ്മളെന്തായാലും എടുത്തു, നമ്മുടെ ഫോൺ എടുത്തു, ഏതാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് തുള്ളി കളിക്കുക. ഇപ്പൊ ഇവിടുത്തെ കൊച്ചായെന്നാ തോന്നുന്നത്. അച്ചു ബില്ല് ചെയ്യാൻ പോയേക്കാട്ടോ. അച്ഛൻ്റെ അക്കൗണ്ടിലോട്ട് അമ്മ ഇട്ടിരുന്നത്. അത് ബില്ല് ചെയ്യാൻ പോയേക്കുന്നുണ്ട്. അവൾ അച്ഛൻ്റെ കൊണ്ടുപോയി ഇങ്ങോട്ടേക്ക് ചെരുപ്പിടത്തില്ലാത്ത വേണ്ടേ. അമ്മ സിന്ധമ്മ പൊട്ടിച്ചോ, പൊട്ടിക്ക് അമ്മ, പൊട്ടിക്ക്. ഓപ്പൺ ചെയ്തോ? പൊട്ടിച്ചോ അമ്മ, പൊട്ടിക്ക് അമ്മ, പൊട്ടിക്ക് അമ്മയുടെ സാധനമാണ്. അല്ലല്ല, കൊച്ചവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇത് ഇവിടുന്ന് വലിക്കുക അങ്ങോട്ട്. ആ വലിച്ചോ, വലിച്ചോ. അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ. ആ ഇനി നേരെയാക്കി, നേരെയാക്കി തിരിക്ക്. പതുക്കെ പൊക്ക് മേളത്തെ. ഓ കൈയടിച്ചു. ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. സൂപ്പർ സൂപ്പർ. കേക്ക് വാങ്ങി തരണം. അതെ, അക്നോളജ് ചെയ്ത് തരണോ അതോ ചെയ്തോളൂ? ഐഡിയ മാത്രം നന്നായി ചെയ്താൽ എന്താണ് വെച്ച് 5 കോടി രൂപയുടെ അത് മാത്രം. സന്തോഷം. ആവശ്യം വന്നാൽ ഇങ്ങോട്ടേക്ക് ഈ ബില്ലുമൊക്കെ ആയിട്ട് ഇനി വരേണ്ടി വരും. അതെ അതെ, ആഗ്രഹമുള്ള സാഹചര്യം വരാതിരിക്കട്ടെ. റെഡി ആയിട്ടുണ്ട്. മേടിച്ചോ. കയ്യിലെടുക്കണോ അതോ പാക്ക് ചെയ്താൽ മതിയോ? അല്ലേ, ഇത് മാത്രം പാക്ക് ചെയ്താൽ പോരാ? മതി. ഭയങ്കര പേരും മഴയാണ് കേട്ടോ. നല്ല കാര്യം കിട്ടുമ്പോൾ മഴ പെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിൽ നിറഞ്ഞിരിക്കുവാണ്. അപ്പൊ ചേട്ടാനെ കാണിച്ചിട്ടില്ല. ചേട്ടായി വരുമ്പോൾ ചേട്ടാനെ നമുക്ക് കാണിക്കാം. നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഗൈസ്, കാര്യം ഭയങ്കര മഴയായിരുന്നു. കടയുടെ ഫ്രണ്ട് വരെ പോയി, പക്ഷേ മഴയായിരുന്നു. ഫുള്ള് വണ്ടി നമുക്ക് പോലീസുകാർ നിൽക്കുമായിരുന്നു അവിടെയൊക്കെ. അപ്പൊ നമുക്ക് നിർത്തിയിടാൻ പറ്റിയില്ല. നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ ചേട്ടായി ഇതായിരിക്കും ചിലപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ വീട്ടിൽ വരുമ്പോഴാണെങ്കിൽ സന്തോഷമായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇത് കാണുമ്പോൾ ഉള്ളവരൊക്കെ നമുക്ക് താമസമല്ല, ലേറ്റ് ആയിട്ടല്ല വരുന്നെങ്കിൽ നമുക്ക് ചേട്ടായുടെ എക്സ്പ്രഷനും എടുക്കാം. അന്ന് കട്ടില് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ മേടിച്ചു കിട്ടാന്ന് ഞങ്ങൾ ഇവിടെ ഇല്ലാണ്ട് പോയി. നമ്മള് സന്തോഷമാവനോടെ പോയി. സന്തോഷമാണ് പോയി ഫുഡ് കഴിക്കാനൊക്കെ പോയി. അന്ന് രാത്രിയല്ല, എന്നിട്ട് പിറ്റേ ദിവസം പറയാം സൂപ്പർ കട്ടിലാടി ഇപ്പിയൊക്കെയാടി. ഞാൻ വന്നപ്പോ വീഡിയോ എടുക്കാൻ ഞാൻ ഇവിടെ ഇല്ല. അല്ല എപ്പോഴെല്ലാം ഒന്ന് എടുക്കണ്ടായിരുന്നു അത്. അത് പറഞ്ഞൊക്കെ ചേട്ടായെ കാണിക്കാൻ എനിക്ക് ഒത്തിരി സന്തോഷമായി, ഒത്തിരി ഇഷ്ടമായി. ഇനി എന്നാ കുറച്ച് പറഞ്ഞാലും യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് ഇപ്പം നമ്മൾ ഈ ചിലവാക്കിയ പൈസ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ക്യാമറ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതിപ്പം മൈൻഡപ്പും കാര്യങ്ങളുമായിട്ടൊന്നും എടുക്കുന്നില്ല. ഇതിന്റെ ബാക്കിയായിട്ടുള്ളത് ഞാൻ നമ്മുടെ ഫോണിലായിരിക്കും വരുന്ന വീഡിയോ. എന്താ വെച്ചാൽ അത് നമ്മളിങ്ങോട്ട് വന്നപ്പോ ഇവള് അത് പൊട്ടിച്ചപ്പം മുതലുള്ളത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനൊരു നല്ലൊരു സംഭവം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ പോലും ഇടുക്കിയിൽ ജീവിച്ചിട്ട് എനിക്കിപ്പോൾ 25 വയസ്സായി. 25 വർഷമായിട്ട് ഞാൻ നേരിൽ കാണാത്തൊരു സംഭവം ഞാൻ ഇന്ന് ആദ്യമായിട്ട് അമ്മയുടെ ഐഫോൺ കൊണ്ട് പോയി കണ്ടു. നല്ല മഴയാണ് ഗൈസ്, ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് കേട്ടോ. മഞ്ഞൊക്കെ മൂടിയിട്ടുണ്ട് കേട്ടോ. അതേണ്ട ആ മലയൊക്കെ മഞ്ഞൊക്കെ കൊണ്ടൊക്കെ മൂടിയിട്ടുണ്ട്. അപ്പം ഇവരെല്ലാരും ക്ഷീണിച്ചു മടുത്തു. സത്യം പറഞ്ഞാൽ ഒരു 10:30 സമയം 4 മണിയെങ്കിലും ആയിട്ടുണ്ട്. ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ചെറുതായിട്ട് കുറെ ലേറ്റ് ആയി. കറക്റ്റ് അങ്ങോട്ട് ചെയ്യുന്നതാന്ന് പറഞ്ഞാലും നമ്മൾ എടുക്കുമ്പോൾ കുറെ ഇത് കൂട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ 5 വർഷത്തെ എന്റെ ഒരു സേവിങ്സ് ആണ്. എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോക്കകത്ത് ഞാൻ അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടൊക്കെ ഉള്ളത് പറയാം. ഇപ്പൊ ശരിക്കും മടുത്തു. വീഡിയോയുടെ ഇത് സന്തോഷം കൊണ്ട് എന്നെ ഇതിലൂടെ പറഞ്ഞില്ലേ, അതും ഒരു സമാധാനമില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇനി ഇവർക്ക് ചായ ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. അടുത്ത വീഡിയോ നമ്മൾ പൊളിച്ചിരിക്കും. പിന്നല്ല ഇനി തൊട്ടങ്ങോട്ടേക്ക് കലാശക്കൊട്ടാണ് അല്ലേ ഗൈസ്? അതെ, അപ്പൊ ഏതാ ഫോണിലൊക്കെ ഉള്ളത് നെക്സ്റ്റ് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ.